കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മുടെ റെസിപ്പി എന്ന് പറയുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മോര് കറിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പൊ കാണാൻ മോര് കറി പോലെ ആണെങ്കിലും മണവും രുചിയും രസത്തിനോട് സാമ്യമുള്ള ഒരു വിഭവമാണ് മോര് രസം. ചോറിനൊപ്പം കഴിക്കാൻ ഈ കറി മാത്രം മതി. എന്നാൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിനെ ഞാൻ ഇവിടെ ഒരു മൺചട്ടി അടുപ്പയിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായി വന്നു. അതിലേക്ക് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ ജീരകം ഇട്ട ശേഷം ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടിയാണ്. കറിവേപ്പിലയും കൂടി ഇട്ട ശേഷം നമുക്ക് ഇതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് വരാം. ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നു. ഇനി നമ്മൾ ഇതിലേക്ക് 3 വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. 3 വറ്റൽമുളകും 1 സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആണ്. ഇതെല്ലാം ചേർത്തിട്ട് അതിന്റെ പച്ചമണം മാറി വരുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇത് വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ വെറൈറ്റി ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇതൊന്ന് വഴന്നു വന്നു. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 സ്പൂൺ കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ചേർത്തു. ഇനി നമ്മൾ ഇതിലേക്ക് കുരുമുളക് പൊടിയുടെ പച്ചമണം ജസ്റ്റ് ഒന്ന് മാറി വരുമ്പോൾ നമ്മൾ അതിലേക്ക് 2 തക്കാളി നീളത്തിൽ അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. തക്കാളി ഇട്ട ശേഷം നമുക്കൊന്ന് വഴറ്റി നമുക്ക് തക്കാളി ഒന്ന് ഉടച്ചെടുക്കാം. തക്കാളി ഒന്ന് ഉടഞ്ഞു വന്നു. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് പൊടി ഐറ്റംസ് ആണ് ചേർക്കാൻ പോകുന്നത്. അതിന് നമ്മൾ ചേർക്കുന്നത് മുളക് പൊടിയാണ്. 1/2 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി ചേർത്ത ശേഷം നമ്മൾ ഒന്ന് ഇളക്കിയ ശേഷമാണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ തന്നെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ പൊടി ഐറ്റംസും ഇട്ട ശേഷം അതിന്റെ പച്ചമണം മാറി കിട്ടാൻ വേണ്ടി നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം. പൊടി ഐറ്റംസിന്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കായപ്പൊടിയാണ്. അതിലേക്ക് നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം. കായപ്പൊടി ചേർത്ത ശേഷം നമുക്ക് ഒന്ന് ഇളക്കിയെടുക്കാം. ഇളക്കി സെറ്റായ ശേഷം നമ്മൾ ഇതിലേക്ക് നമ്മുടെ ക്വാണ്ടിറ്റി അനുസരിച്ചുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണം അതിനനുസരിച്ചുള്ള വെള്ളം നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. നമുക്ക് വെള്ളം കൂടി ഒഴിച്ച ശേഷം നമുക്കൊന്ന് തിളപ്പിക്കാം. അതിനുശേഷം നമ്മൾ ഒരു ഐറ്റം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാർ എന്തായാലും ഈ റെസിപ്പി ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം മസ്റ്റ് ആയിട്ട് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കണം. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പൊ ഞങ്ങൾക്ക് ഇത്രയും ക്വാണ്ടിറ്റി മതി. അപ്പൊ ഇത്രയും ക്വാണ്ടിറ്റിക്കുള്ള വെള്ളം ഞങ്ങൾ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിലേക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്തിട്ട് ഒന്ന് കലക്കി ഒന്ന് തിളപ്പിക്കാൻ വെക്കാം. അപ്പൊ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ തിളച്ച് വരുമ്പോൾ നമ്മുടെ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ ഇട്ടായിരിക്കണം. നമ്മൾ തിളയ്ക്കുമ്പോൾ തന്നെ നമ്മൾ ലോ ഫ്ലെയിമിലാക്കിയിരിക്കണം. അതിന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. ഇളക്കിയെടുത്ത ശേഷം നമ്മൾ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മോരാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ മോര് വെള്ളമൊക്കെ ചേർത്ത് സെറ്റാക്കി വെച്ചിരുന്നതാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ മോര് ചേർത്ത ശേഷം അധികം നമുക്ക് ചൂട് അങ്ങോട്ട് അടുപ്പിക്കേണ്ട. ജസ്റ്റ് ചൂടടിച്ച ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ മോര് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.